നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഈശ്വര കൃപയാൽ എനിക്കിവിടെ സുഖമാണ് കേട്ടോ. ഇന്നും ഒരു വീക്ക്ലി വ്ളോഗാണ്. ഈ ആഴ്ചയുടെ തുടക്കം എന്ന് പറയുന്നത് സൗഭാഗ്യയുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അതിനൊരു സ്വീറ്റ് ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ദിവസമായില്ല ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്യുന്നൊരു കാര്യം വീഡിയോയിലിട്ടിട്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം അതിൽ തുടങ്ങാമെന്ന് വിചാരിക്കുകയാണേ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുഡിംഗ് ആണ്, ഒരു ഓറഞ്ച് കസ്റ്റേർഡ് പുഡിംഗ്. എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് നമ്മുടെ ചാനൽസൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ റെസിപ്പി കണ്ടുപിടിച്ചത്. ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അതിന് ആവശ്യത്തിന് പഞ്ചസാരയിട്ട് ആദ്യമേ ഇളക്കിയെന്ന് വെച്ചു. നമ്മൾ ഒരു സാധനം കുക്ക് ചെയ്യുമ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ പറയണ്ടേ, അത് പറയാൻ വിട്ടുപോയി. അതാദ്യം പറയാം. പാല്, പഞ്ചസാര, കസ്റ്റർഡ് പൗഡർ, ഓറഞ്ച് അതിൻ്റെ അല്ലി നുറുക്കിയത്, പിന്നെ ഓറഞ്ച് ജ്യൂസ്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. കുറച്ച് പാല് ആദ്യം എടുക്കുക. അതിലേക്ക് കസ്റ്റർഡ് പൗഡർ നന്നായിട്ട് ചേർത്ത് ഇളക്കി വയ്ക്കുക. ഞാൻ ഇവിടെ ഒരു ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലി കളഞ്ഞ് ആ അല്ലിയെല്ലാം എടുത്ത് അതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി വയ്ക്കുകയാണ്. അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞു. ഇനിയാണ് കുക്കിംഗ് പ്രോസസ്സ്. ഗ്യാസ് കത്തിച്ചു. പഞ്ചസാര മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാല് ചെറിയ ഫ്ലെയിമിൽ ഗ്യാസിൽ വെച്ച് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. നേരത്തെ നമ്മൾ കുറച്ച് പാല് മാറ്റി വെച്ച് അതിൽ കസ്റ്റർഡ് പൗഡർ മിക്സ് ചെയ്ത് വെച്ചില്ലേ, അതിനെ ഇപ്പോൾ കുറുക്കിയ പാലിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. എന്നിട്ട് നമുക്ക് ഈ മിക്സ്ചറിനെ നല്ല പോലെ കുറുക്കിയെടുക്കാം. കുറുക്കി കഴിഞ്ഞു. ഇനി ഇതിനെ സെറ്റ് ചെയ്യേണ്ട പാത്രത്തിലേക്ക് മാറ്റുകയാണേ. കുറച്ച് ആ ചൂട് ഒന്ന് ആറിയ ശേഷം നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന ഓറഞ്ച് കഷ്ണങ്ങൾ അതിലേക്ക് ഇടുകയാണ്.
ഇതിൻ്റെ കൂടെ കുറച്ച് ഫ്രഷായിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ചേർക്കുകയാണ്. നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണിത്. നല്ല പോലെ ചൂട് മാറിയ ശേഷം ഇതിനെ ഫ്രീസറിലോട്ട് മാറ്റും. അപ്പോഴേ അത് സെറ്റ് ചെയ്ത് കിട്ടത്തുള്ളൂ. ഫ്രീസറിൽ എടുത്തു വെച്ച് കഴിഞ്ഞു. ഇനി അടുത്ത ജോലി എന്താണെന്നറിയോ? ഞാൻ കുറച്ച് പ്ലാസ്റ്റിക് കവേഴ്സും സാധാരണ പേപ്പർ കവേഴ്സൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ ഇത് വേസ്റ്റുകാർ വരുമ്പോൾ അവർക്ക് കൊടുക്കുകയാണ് പതിവ്. ഇപ്പോൾ നല്ല കവേഴ്സൊക്കെ സൂക്ഷിച്ചെടുത്ത് വെച്ച് അതെന്തിനാണെന്നല്ലേ, അത് എൻ്റെ ഫേവററ്റ് അനിക്കുട്ടിക്ക് ഇത് കൊടുക്കണം. അനിക്കുട്ടിക്ക് എന്തിനാണ് ഈ വേസ്റ്റ് കവേഴ്സ് എന്ന് വെച്ചാൽ, അനിക്കുട്ടി ഈ കവേഴ്സ് എല്ലാം കളക്ട് ചെയ്ത്, അനിക്കുട്ടിക്ക് വളരെ വേണ്ടപ്പെട്ട 2-3 പേരുണ്ട്. പച്ചക്കറിക്കാരി, അല്ലാതെ തുണി തയ്ക്കുന്ന ഒരു ലേഡി, അങ്ങനെ ആരൊക്കെ ഉണ്ട്. അവർക്ക് ഈ കവേഴ്സൊക്കെ സോർട്ട് ചെയ്ത് അവരുടെ ആവശ്യാനുസരണം അനിക്കുട്ടി അവർക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ആക്ച്വലി അനിക്കുട്ടിക്ക് ഈ ചെറിയ ജോലിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അനിക്കുട്ടിയുടെ ഒരു വലിയ മനസ്സാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്നെ പറഞ്ഞ് മനസ്സിലാക്കി എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നത് അനിക്കുട്ടിയാണ്. അവരുടെ ഒരു വ്യക്തിത്വമല്ലേ അത് കാണിക്കുന്നത്. ഐ എം സോ പ്രൗഡ് ഓഫ് മൈ ഫ്രണ്ട് അനിക്കുട്ടി. അനുക്കുട്ടിയല്ല, ഷീസ് അനിക്കുട്ടി. അനിത ബാബു എന്നാണ് പേര്. ഞാൻ സ്നേഹത്തോടെ അനിക്കുട്ടി എന്ന് വിളിക്കും. അപ്പോൾ അനിക്കുട്ടിക്ക് കൊടുക്കാനുള്ള കവേഴ്സും ബോക്സസൊക്കെ ഞാൻ എടുത്തു വെച്ചു. വൈകുന്നേരമായപ്പോൾ ഞാൻ സൗഭാഗ്യയുടെ അടുത്തേക്ക് പോയി. ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ കയ്യിൽ ഗിഫ്റ്റും സ്വീറ്റും ഒക്കെ ആയിട്ടാണ് പോയത്. ആ പോർഷനൊക്കെ സൗഭാഗ്യയുടെ വ്ളോഗിൽ നിങ്ങളെല്ലാവരും കണ്ടു കാണും. അതിലില്ലാത്ത ചില പോർഷൻസാണ് ഞാൻ എൻ്റെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത്യാവശ്യം ഒരു പേര് ചായ കിട്ടിയട്ടെ വരോ ഇത് നെക്സ്റ്റ് ഡേ കേട്ടോ. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളെ കാണാൻ പോവാണ്. ഇത് സൂര്യ ആരാണെന്ന് ചോദിച്ചാൽ പരിചയപ്പെടുത്താം കേട്ടോ. വളരെ ഫേമസ് ആയിട്ടുള്ള സീരിയൽസിലെ കാതോട് കാതോരം, അമ്മയെ അറിയാൻ, കറുത്ത മുത്ത്, കുങ്കുമപ്പൂവ്, ഇതിൻ്റെയൊക്കെ സംവിധായകൻ ശ്രീ പ്രവീൺ കടക്കാവൂർ. അദ്ദേഹത്തിൻ്റെ വൈഫ് സൂര്യയെ ഞാനും കറുത്തമുത്തിൻ്റെ കാലത്ത് തൊട്ടുള്ളൊരു സൗഹൃദമാണ്. കുറേ കാലം കൂടിയിട്ടാണ് ഞാൻ സൂര്യയെ കാണുന്നത്. ഞങ്ങളൊന്ന് പുറത്ത് പോയി, ലുലുവിൽ പോയി. നമ്മുടെ സ്ഥിരം ഒരു ഐസ്ക്രീം ഔട്ട്ലെറ്റ് ഉണ്ടല്ലോ, അവിടെ നിന്ന്
നമ്മുടെ ഫേവററ്റ് ചീസ് കേക്ക് ഐസ്ക്രീം ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചു. കുറച്ച് നേരം ഞങ്ങൾ കറങ്ങിയിട്ട് തിരിച്ചു പോന്നു. ഇത് അടുത്ത ദിവസമാണ്. നമ്മുടെ പൂച്ചുവിന് ഭക്ഷണം കൊടുക്കുന്നത് കണ്ടിട്ട് പുതിയൊരു അതിഥി ഇതാ വന്നിട്ടുണ്ട്. ഇദ്ദേഹം ആൺകുട്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ. വന്ന് ഭക്ഷണത്തിന് വേണ്ടി കുറേ നേരം കരഞ്ഞു. പാവം തോന്നി ഞാൻ ഇതിനിപ്പം ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സ്ഥിരമായിട്ട് എൻ്റെ അടുത്ത് വന്ന് ഫുഡ് കഴിക്കാൻ വരുന്നുണ്ട്. ആരൊക്കെയോ ഉപദ്രവിച്ചതാണെന്ന് തോന്നുന്നു, അതോ തമ്മിൽ കടി കൂടിയതാണോ, ചെറിയ മുറിവുകളൊക്കെ കാണാനുണ്ട്. എന്തായാലും ഞാൻ കൊടുത്ത ഭക്ഷണം വളരെ സന്തോഷത്തോടെ ഈ മണിയൻ പൂച്ച അങ്ങ് കഴിച്ചു. മണിയൻ എന്ന് വെച്ചാൽ ഞാനിട്ട പേരാണ് മണിയൻ. പൂച്ചു റാണിയും മണിയൻ പൂച്ചയും. കൊള്ളാമോ പേര്? ഉച്ച കഴിഞ്ഞ് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി. ഓട്ടോയിലാണേ പോകാൻ പോകുന്നത്, അച്ഛൻ്റെ ഓട്ടോയിൽ. ഓക്കെ. ഈ പൂക്കടയിലെ ഈ വ്യക്തി എനിക്ക് ഇത്തിരി പൂവ് ഗിഫ്റ്റായിട്ട് തന്നു കേട്ടോ. എനിക്ക് വലിയ സന്തോഷമായി. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് സൗഭാഗ്യയുടെ അടുത്തേക്ക് പോയി. സുധാപൂരിൻ്റെ സ്കൂളിലെ ആനുവൽ ഡേയുടെ ഭാഗമായിട്ട് ഡാൻസ് പ്രോഗ്രാമുണ്ട്. അതിൻ്റെ റിഹേഴ്സലാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഞങ്ങളെല്ലാവരും കൂടി അങ്ങ് ആസ്വദിച്ചു. സുധാപൂർ ഡാൻസ് കളിച്ചു. ഒരു വീഡിയോ കണ്ടിട്ടാണ് മോള് പ്രാക്ടീസ് ചെയ്യുന്നത്. ഞങ്ങളും ഒപ്പം ഒന്ന് കൂടി. സൗഭാഗ്യയ്ക്ക് ഒട്ടും സുഖമില്ലാതിരിക്കുകയായിരുന്നു. ഭയങ്കര ലൂസ് മോഷനും ഛർദിലും ഒക്കെ ആയിരുന്നു. അപ്പോൾ മോളെ കാണാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ പോയത്. അവിടെ പോയിട്ട് അവൾ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് ഞാൻ തന്നെ വാരിക്കൊടുത്തു. അപ്പോൾ ഞാൻ വാരിക്കൊടുത്തപ്പോൾ നിർബന്ധം കാണിക്കാതെ സൗഭാഗ്യ കഴിച്ചു. അതിൻ്റെ കൂടെ സുധാപൂവിൻ്റെ റിഹേഴ്സലും കൂടെ ഞങ്ങളിങ്ങനെ ആസ്വദിച്ചു. ഇത് കാണുമ്പോൾ ആർക്കാണ് പ്രോഗ്രാം എന്ന് സംശയം വരുമല്ലേ? ഒട്ടും സംശയം വേണ്ട. സുധാപൂരിൻ്റെ സ്കൂളിലെ ആനുവൽ ഡേക്ക് മോള് റിഹേഴ്സൽ ചെയ്യുമ്പോൾ ഞങ്ങളും കൂടെ ഒന്ന് പൊലിപ്പിച്ചതാണ്. അവൾ സ്റ്റെപ്സൊക്കെ കാണിച്ചു തരും. ഞങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ കളിച്ച് അവൾക്കൊരു ഭയങ്കര ഒരു ഇൻസ്പിറേഷനായിട്ട് ഞങ്ങളങ്ങ് കൂടെ കൂടി. ഒരു തങ്കക്കുടം പോലൊരു കുഞ്ഞ് ഡാൻസ് കളിച്ച വീഡിയോ സ്കൂളിൽ നിന്ന് അയച്ചു കൊടുത്തിരുന്നു. അത് കണ്ടിട്ടാണ് മോള് പ്രാക്ടീസ് ചെയ്യുന്നത്.
അമ്മ വാങ്ങിച്ചോണ്ടെന്ന് അമ്മ ഇപ്പൊ വാങ്ങിച്ചെടുത്തു. രണ്ട് കാലം കൊച്ചിന്റെ കാലം തൊട്ട് ഞാൻ തൊടാം. അങ്ങനെയല്ല നേരെ കാലം. അയ്യോ അനുഗ്രഹിച്ചേട്ടാ. അതെല്ലാം കഴിഞ്ഞ് അച്ചു എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കാൻ വന്നു. വരുന്ന വഴിക്ക് ഒരു തട്ടുകടയിൽ കയറി ദോശ കഴിച്ചു. കുറേ നാൾ കൂടിയിട്ടാണ് തട്ട് ദോശ കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു എന്താ പറയുക ഫുഡാണ് തട്ട് ദോശ. അതിങ്ങനെ റോഡിൽ നിന്നുകൊണ്ട് ചൂട് ദോശ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ദോശ, പപ്പടം, രസവട, മുളക് ചമ്മന്തി, സാദാ ചമ്മന്തി. ഇത് നെക്സ്റ്റ് ഡേ ഡാൻസ് ക്ലാസ്സിലാണ്. ഇന്നത്തെ ഡാൻസ് ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ശിവരാത്രി പ്രോഗ്രാമിന് നൃത്തം അവതരിപ്പിക്കുന്ന എൻ്റെ എല്ലാ സ്റ്റുഡൻസും പ്രാക്ടീസ് സാരിയൊക്കെ ഉടുത്ത് ഭംഗിയായിട്ട് ഒരുങ്ങി വന്നിരിക്കുകയാണ്. അതിന് കാരണം ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഈ ശിവരാത്രിക്ക് ഒരു സ്പെഷ്യൽ റീൽസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ഞാൻ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തു. നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും അത് കണ്ടു കാണും. എന്നാൽ ഇന്ന് വ്ളോഗിൽ ഞാൻ ചേർക്കുന്നത് ഞങ്ങളുടെ ആ ഷൂട്ടിങ്ങിൻ്റെ ചില ഗ്ലിംസസ് ആണ്. പലപ്പോഴും അതൊന്നും ആരും അറിയാറില്ല, കാണാറില്ല. പക്ഷേ ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങളതെങ്ങനെ ഷൂട്ട് ചെയ്തു, നമ്മൾ എന്തൊക്കെയാണ് അതിനുവേണ്ടി നമ്മൾ ഒരുക്കിയത് എന്നൊക്കെയാണ് ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്നത്. വളരെ ബ്രീഫായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ, ഡീറ്റെയിൽഡായിട്ടൊന്നുമല്ല, കുറച്ച്. അപ്പോൾ ഞങ്ങൾ എത്ര ബുദ്ധിമുട്ടിയാണിത് ഷൂട്ട് ചെയ്തതെന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണേ. ആക്ച്വലി ഇത് ഒരു 24 hours ഞങ്ങളുടെ ഒരു പരിശ്രമമാണ്. സാധാരണ ഇതിലും കൂടുതലൊക്കെ പരിശ്രമിച്ച് ഇതിനേക്കാളും വളരെ വിപുലമായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ റീൽസ് ഷൂട്ട് ചെയ്ത് ഇടാറൊക്കെ ഉണ്ട്. ഇത് എൻ്റെ വർക്ക് അത്ര വലിയ മഹത്തരമൊന്നും അല്ല എന്നെനിക്കറിയാം. എങ്കിലും ഞങ്ങളുടെ ഒരു ഹമ്പിളായിട്ടുള്ളൊരു അറ്റംപ്റ്റാണിത്, ഞങ്ങളുടെ ഒരു ആഗ്രഹമാണിത്. അതാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് അതിൻ്റെ ഗ്ലിംസസ് കണ്ടു നോക്കുക കേട്ടോ. ഇവിടെ പറഞ്ഞു തിരിഞ്ഞു പറഞ്ഞ അങ്ങനെ തിരിയടാ, ഇവിടെ വന്ന് നിൽക്കുക. കുറച്ചുകൂടെ വലുത് ക്ലിയർ ഉണ്ടാവും. ഓക്കെ റെഡി. 1 എൻ്റെ ടൈമിങ്ങിന് ചെയ്യണേ. 3 സ്റ്റാർട്ട്. 1 2 3 4. 1 1 2 3 4. കുറച്ചുകൂടെ കുറച്ചുകൂടെ 1 2 3. ഈ ബുദ്ധി എനിക്ക് നേരത്തെ തോന്നാത്ത. 1 2 3 4. കറക്റ്റാണ്. പുറത്ത് ബാക്കിൽ അവിടെ അവിടെ ഇവിടെ ബാക്കിൽ റെഡി. കൊള്ളന്ന് കളിച്ചേ. 5 6 7 8. ഹലോ ആ ശരി. ആ ശരി. ഓ രാമകൃഷ്ണ. ഓ കാലം മുടക്കി പോയി. ആ കട്ടവരലും മടങ്ങി. ആ മതി മക്കളെ, തന്നെ മക്കളെ. 1 2 മോളെ കുറച്ച് ഇങ്ങനെ കയറുന്നേ.
ഒന്ന് ചെയ്യുമോ? റെഡി? 1 2 3 സ്റ്റാർട്ട്. 1 2 3 4. അടുത്തത് എന്തായിരുന്നു? തിരിച്ചോ? 1 2 3 4 5 6 7 8. നിൽക്കൂ. അതെടുത്തില്ല. അതെവിടെ? അതെടുത്തില്ല. അപ്പോൾ ഇതുവരെ ചെയ്തു അല്ലേ? ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് എന്തോന്നു? ആണോ? എന്നെ കൺഫ്യൂസ് ചെയ്തു. ആ സ്റ്റൂൾ ഇങ്ങനെ ആക്കും. ആ സ്റ്റൂൾ ചെറുത്. അപ്പം ഈ താഴെ വയ്ക്കാൻ നിങ്ങൾ നിൽക്കാൻ നിന്ന് കളിക്കണേ. വെച്ചു പിടിക്കണേ. ആടി പറ്റൂല. ഓടി മമ്മി 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 വിട്ടോ വിട്ടോ വിട്ടോ. കുറച്ചിങ്ങനെ എന്നെ കയറി നിൽക്കും. എന്നെ കയറി നിൽക്കും. എന്നെ നല്ലപോലെ കയറി നിൽക്കും. ഓക്കെ. നീ ആള് അരമണ്ഡലത്തിലേക്ക് പോവാ. അക്ഷയ 1 2 3 സ്റ്റാർട്ട്. 1 2 3 4. 1 2 3 സ്റ്റാർട്ട്. 1 2 3 4. Good. Start. 1 2 2 3 start. 3 4. 1 2 3 start. 5 6. Wow. 2 3 4 7 8. Three start. 5 6 7 8. ഒരു 30 സെക്കൻഡ്സ് റീൽസിൻ്റെ പാട്ടാണ് ഞങ്ങൾ ഇത്രയും നേരം ഷൂട്ട് ചെയ്തത്. ഇത്രയും ഷൂട്ട് ചെയ്ത് ഏകദേശം അത് ഫിനിഷായപ്പോൾ ഒരു വല്ലാത്തൊരു ഭയങ്കര സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ, റീൽസ് ഷൂട്ട് ചെയ്യുമ്പോൾ വേർട്ടിക്കലായിട്ട് വേണം ഷൂട്ട് ചെയ്യാനായിട്ട്. വ്ളോഗാണെങ്കിൽ ഹൊറിസോണ്ടലായിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ വ്ളോഗ് ഷൂട്ട് ചെയ്യുന്ന അതേ ഒരു ഓർമ്മയിൽ മുഴുവൻ റീൽസ് ഞാൻ ഹൊറിസോണ്ടലായിട്ട് അങ്ങ് ഷൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഒന്നുകൂടെ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് വീണ്ടും വേർട്ടിക്കലായിട്ട് ഷൂട്ട് ചെയ്തു. അപ്പോൾ കുറേ ഷോട്ട്സ് ഒന്നും നമുക്ക് യൂസ് ചെയ്യാനേ പറ്റിയില്ല. അപ്പോൾ ഇത്രയും നേരത്തെ ഞങ്ങളുടെ അറ്റംപ്റ്റ് മുഴുവൻ ഫ്യൂട്ടലായി പോയെന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് നമ്മളെടുത്ത ആ കഷ്ടപ്പാട് മുഴുവൻ അറ്റ്ലീസ്റ്റ് വ്ളോഗിലെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ബ്ലണ്ടർ നമുക്ക് സംഭവിക്കും. കാരണം ഡാൻസിൻ്റെ കൊറിയോഗ്രാഫി, ഡ്രസ്സ് ചെയ്യണം, കുട്ടികളെ നോക്കണം, അവരെ പഠിപ്പിക്കണം, ക്യാമറ കൈകാര്യം ചെയ്യണം, ഷൂട്ട് ചെയ്യണം, ഇങ്ങനെ എല്ലാം കൂടി ചെയ്യുമ്പോൾ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കല്ല, എനിക്ക് ചിലപ്പോൾ മറന്നു പോകും. പിന്നെ എൻ്റെ കുട്ടികൾ പാവം എന്നോട് സഹകരിക്കുന്നതുകൊണ്ടും എൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ടും അതൊരു വലിയ ഇഷ്യൂ ആവാതെ പോയി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളൊരു ദിവസം ചിലവാക്കിയത്. അതിനുശേഷം വെർട്ടിക്കലായിട്ടൊരു ഡാൻസ് മുഴുവൻ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇടുകയും ചെയ്തു. അത് നിങ്ങൾ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്കിഷ്ടമായി ഞാൻ വിശ്വസിക്കട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഉറപ്പായിട്ട് കാണണം കേട്ടോ. Lots and lots of love. God bless you all.